ഒരു രാത്രിയിൽ മുല്ല നസറുദ്ദീൻ വീടിന് മുന്നിലെ തെരുവിളക്കിന് അടിയിൽ എന്തോ തിരയുകയായിരുന്നു. അതുവഴി വന്ന സുഹൃത്ത് ചോദിച്ചു, എന്താണ് നഷ്ടപ്പെട്ടത്? വീടിൻ്റെ താക്കോൽ, നസറുദ്ദീൻ പറഞ്ഞു. സുഹൃത്തും തിരച്ചിലിൽ ചേർന്നു. കുറേ നേരം തെരുവിലെ പൊടിയും കല്ലും എല്ലാം അരിച്ചു പെറുക്കിയിട്ടും താക്കോൽ കിട്ടിയില്ല. ഒടുവിൽ അയാൾ ചോദിച്ചു, കൃത്യമായി എവിടെയാണ് ഈ താക്കോൽ വീണതെന്ന് അറിയും? നസറുദ്ദീൻ വീടിനകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, അകത്തെ മുറിയിലാണ്. പിന്നെ എന്തിനാണ് ഇവിടെ തിരയുന്നത്? നസറുദ്ദീൻ വളരെ ശാന്തനായി പറഞ്ഞു, മുറിക്കുള്ളിൽ ഇരുട്ടാണ്, ഇവിടെ ആകുമ്പോൾ വെളിച്ചമുണ്ടല്ലോ, അതുകൊണ്ടാണ്. നസറുദ്ദീൻ്റെ മറുപടി കേട്ട് സുഹൃത്ത് ചിരിക്കുമ്പോൾ അതുവഴി സ്വയം വലിയൊരു ചിന്തകനെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ വന്നു. കാര്യങ്ങൾ കേട്ട ശേഷം അയാൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, താക്കോൽ നഷ്ടപ്പെട്ടത് വീടിനകത്താണല്ലോ, അവിടെ ഇരുട്ടായതുകൊണ്ടാണല്ലോ പുറത്ത് തിരയുന്നത്. അതിനൊരു പരിഹാരമുണ്ട്, വീടിനങ്ങ് തീയിടുക. ആ വെളിച്ചത്തിൽ നമുക്ക് താക്കോൽ കണ്ടെത്താനാവും. നസറുദ്ദീൻ ആ ആശയം ഇഷ്ടപ്പെട്ടു. വീടിന് തീയിട്ടു, വീട് ആളിക്കത്തി, മുറിക്കുള്ളിൽ നല്ല വെളിച്ചമായി. താക്കോൽ കിട്ടി, പക്ഷേ തുറക്കാനുള്ള വീട് അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് കപട ബുദ്ധിജീവികളുടെ രാഷ്ട്രീയം. മുന്നിലുള്ള വിഷയം എന്താണെന്നത് അവർക്ക് പ്രധാനമല്ല, സന്ദർഭം ഏതാണെന്നതും കാര്യമല്ല, എവിടെയാണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. അവരുടെ കൈവശം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്രസംഗവും കണ്ടെത്തി വെച്ചൊരു ശത്രുവുമുണ്ട്. ഏതു വേദിയിലും ആ ശത്രുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തും. ഇത്തരം ചിന്തകരുടെ പ്രധാന പ്രശ്നം പുതുതായി ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്നതാണ്. പഠിച്ചു വെച്ച പഴയ പല്ലവി സന്ദർഭം നോക്കാതെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. വീടിന് തീ കൊളുത്തിയിട്ട് അതിനെ വെളിച്ചമെന്ന് വിളിക്കും. വെളിച്ചം വഴി കാട്ടുന്നതാണ്, തീ എല്ലാം ചാരമാക്കുന്നതാണ്. ഒരു പ്രകോപനപരമായ വാക്കു പറയാൻ ഏതാനും നിമിഷങ്ങൾ മതി. പറഞ്ഞയാൾ കയ്യടി വാങ്ങി അടുത്ത വേദിയിലേക്ക് പോകും. എന്നാൽ അയാളുണ്ടാക്കിയ വിള്ളലുമായി ഒരു സമൂഹം അവിടെ തന്നെ ശേഷിക്കും. ഒരു നാടിൻ്റെ സമാധാനം നിയമപുസ്തകങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്നതല്ല. തലമുറകൾ പരസ്പര സ്നേഹവും വിശ്വാസവും ബഹുമാനം കൊണ്ട് നെയ്തെടുത്ത നേർത്തൊരു വസ്ത്രമാണത്. ഉത്തരവാദിത്തമില്ലാത്തൊരു വാക്കിന് അതിൽ വലിയൊരു കീറലുണ്ടാക്കാം. മതത്തോടും രാഷ്ട്രീയത്തോടും പ്രത്യയശാസ്ത്രത്തോടും ഒക്കെ നമുക്ക് ശക്തമായി വിയോജിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിൻ്റെ ജീവശ്വാസം. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വിയോജിപ്പിൻ്റെ ശബ്ദത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ ആത്മാവ് വിയോജിക്കുമ്പോഴും പരസ്പരം മനുഷ്യരായി നിലനിൽക്കുന്നതിലാണ്. വിമർശനമെന്നാൽ പരിഹാസമല്ല എന്ന് മനസ്സിലാക്കണം. OS ടോക്സിൽ വീണ്ടും കാണാം.